വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ രാഘവന്നാരാണെങ്കിലും ആ ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് ശിവനെ അങ്ങോട്ട് മുന്നോട്ട് വിളിക്കുന്നുണ്ട്. അന്നേരം കുട്ടിയൊക്കെ ഓരോ അടവുകൾ ആദ്യമേ പ്രയോഗിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം എന്നിങ്ങനെ ആരോ ഒരാൾ പറയുന്നുണ്ട്. അന്നേരം രാഘവന്നാർ പറയുകയാണ് ആദ്യം വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ഒന്നിച്ചുള്ള ഫോട്ടോ, പിന്നീട് നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രാഘവന്നാർ ഫോട്ടോ എടുത്താലേ അടങ്ങും എന്നുള്ള രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. എതിർത്ത് എന്തു പറഞ്ഞിട്ടും കേൾക്കാനായിട്ടും തയ്യാറാകുന്നില്ല. അവസാനം അവിടെ പിള്ളയാണെങ്കിൽ ഒരു പണി അങ്ങോട്ട് പ്രയോഗിക്കുകയാണ്. പിള്ളയാണെങ്കിൽ ആകെ ഇങ്ങനെ വിറച്ചില്ല, ഫിക്സ് നിന്ന് വീഴുന്നത് പോലെ, അങ്ങോട്ട് തളർന്ന് വീഴുന്നത് പോലെ തറയിൽ അങ്ങോട്ട് ആക്റ്റൊക്കെ കാണിച്ച് ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കി താഴേക്ക് അങ്ങോട്ട് വീഴുകയാണ്. അന്നേരം ഇത് ശിവനും ശാലിനിയും പിന്നെ ശിവനും രാഘവന്നാരും മുറ്റത്ത് നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ശാലിനിയും ഭാമയാണെങ്കിൽ ആദ്യം വിചാരിക്കുന്നില്ല, ഇത് പിന്നീടാണെന്ന് മനസ്സിലാവുന്നത്. അതിന് പക്ഷേ ആദ്യമേ ഇത് ശിവന് മനസ്സിലാവുന്നുണ്ട്. ശാലിനി ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. പിള്ള ഇങ്ങനെ വിറച്ച് അവിടെ ആ ഉമ്മറത്തേക്ക് അങ്ങനെ ഇങ്ങ് വീഴുന്നുണ്ട്. ആ സീൻ അത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ മിക്കവാറും അവിടെ ഇനി പിള്ള എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ശിവനായിരിക്കും നേരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ അതവിടെ മുടങ്ങും. ശാലിനി പിന്നീട് ഓഫീസിലേക്കും പോകും. അപ്പോൾ രാഘവന്നാർക്ക് പിന്നീടൊന്നും അത് ആക്ഷൻ കാട്ടിക്കൂട്ടലാണെന്നുള്ളത് രാഘവന്നാർക്ക് അവിടെ മനസ്സിലാകത്തുമില്ല. പിള്ളയ്ക്ക് എന്തോ ആപത്ത് കരുതിയെന്ന് വിചാരിക്കുകയും ചെയ്യും. അങ്ങനെ അത് മുടങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രയുടെ അവിടെ മാണിക്കോത്ത് വീടാണ്. അവിടെ ചന്ദ്രയാണെങ്കിൽ റൂമിൽ തന്നെ ഇങ്ങനെ അടച്ചിട്ട പോലെയാണ്. അപ്പോൾ നിർമ്മലയാണെങ്കിൽ റൂം തുറന്ന് ചെല്ലുന്നുണ്ട്. അന്നേരം പറയുകയാണ്, എന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? എൻ്റെ ഫോൺ നോക്കാനുള്ള അവകാശം എനിക്കില്ല, എൻ്റെ കൂട്ടുകാരെ കാണാനോ സംസാരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല എന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ആകപ്പാട് സങ്കടം പറയുന്നുണ്ട്. അതിന് നിർമ്മലയ്ക്ക് പക്ഷേ അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മഹേന്ദ്രൻ പറയുന്നത് പോലെയല്ലേ നിർമ്മലയ്ക്ക് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ സമയത്ത് അവിടെ പുറത്താണെങ്കിൽ ആരോ ഒന്ന് ബെല്ലടിക്കുന്നുണ്ട്. അന്നേരം നിർമ്മല ചെന്ന് ഡോർ തുറക്കുകയാണ്. അന്നേരം അനുപല്ലവിയാണ് കാണിക്കുന്നത്. അനുപല്ലവി ഇങ്ങനെ ചുരിദാർ ഡ്രസ്സൊക്കെയാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം ആരാ എന്നിങ്ങനെ നിർമ്മല ചോദിക്കുമ്പോൾ ഞാൻ ശ്രുതി പത്മനാഭൻ എന്നിങ്ങനെ പറയുമ്പോൾ നിർമ്മല ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇത്രയേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ ചന്ദ്രയുടെ ഒരു കൂട്ടുകാരിയാണ് എന്ന് പറഞ്ഞ് അവിടെ വരികയായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ ആ ഒരു പ്ലാൻ ഇവിടെ പറയുകയായിരിക്കും. ശാലിനി പറഞ്ഞു വിട്ടതായിരിക്കും, അല്ലാതെ അവിടെ വരാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ ചന്ദ്രയുടെ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് എന്താണെന്ന് അറിയാനും പുറത്തേക്ക് കൊണ്ടുപോകാനും ഒക്കെയുള്ള ശ്രമമായിരിക്കും. അങ്ങനെ അവർ കൊണ്ടുപോയി ആ ഒരു വിവാഹം അവിടെ നടത്തുകയും ചെയ്യും. മഹേന്ദ്രന് ഒരു വലിയ പണിയും കിട്ടും. ഇനി അതെങ്ങനെയാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.